ഇന്നത്തെ കഥാമൃതത്തിൽ സി.വി. രാമൻ, ഡോക്ടർ സി.വി. രാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു പരമസാത്വികനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. സി.വി. രാമൻ, അദ്ദേഹത്തിന് ശാസ്ത്ര നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ് ഭാരതത്തിൽ. അതേപോലെ തന്നെ ഭാരതരത്ന കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ആദരിച്ച ഒരു വ്യക്തിയാണ്. എന്നിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആചാര വിചാരങ്ങളിൽ കുറച്ചുപോലും മാറ്റി ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ആഹാരവും അദ്ദേഹത്തിൻ്റെ ആചരണത്തിൽ കാലത്തെ എഴുന്നേറ്റ് സന്ധ്യാവന്തനം ചെയ്യുമായിരുന്നു അദ്ദേഹം. സന്ധ്യാവന്തനം എന്ന് പറഞ്ഞാൽ ഗായത്രി ജപം, പൂജ, ആരാധന, ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പരമ്പരാഗതമായിട്ട് അവരുടെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. 1 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കുക. ഇതിനു വേണ്ടിയിട്ട് ഈ സമയം അദ്ദേഹം ചിലവാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആചരണത്തിൽ അദ്ദേഹം ഈശ്വരൻ്റെ ചിന്തകളിലും സൂര്യ ആരാധനയിലും ഒരു വൈഷ്ണവസന്ധ്യ വന്ദനത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രപിതാമഹന്മാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് വളർന്ന ആളാണ്. അതോടൊപ്പം തന്നെ ബാക്കിയെല്ലാ സമയവും അദ്ദേഹം ഉറക്കൊളിച്ച് ശാസ്ത്രത്തിൻ്റെ പുറകെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. മാത്രമല്ല സർവോच्च ഒരു സമ്മാനമായിട്ടുള്ള ഭാരതരത്നയും കൊടുത്ത് അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കുറേ ശാസ്ത്രജ്ഞന്മാർ വരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഇരുന്ന് ചമ്രമടിഞ്ഞ് പത്മാസനത്തിരുന്ന് ധ്യാനവും ജപവും ചെയ്യുമ്പോൾ അവർ വന്ന് ചോദിച്ചു. അദ്ദേഹം ക്ഷമയോടെ കാത്തുനിന്നിട്ട് അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനം കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, എന്താ മഹാനെ, നിങ്ങൾ ഇത്രയും വലിയ പുരോഗമിച്ചും ശാസ്ത്രജ്ഞനായിട്ടും ഇങ്ങനെയുള്ള ഈ ആത്മീയമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭോഷ്കുകൾ എന്തിനാണ് ചെയ്യുന്നത്, ഈ അന്ധവിശ്വാസങ്ങളെ കൊണ്ട് നടക്കുന്ന എന്തിനാണ് എന്ന് അദ്ദേഹം അവർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ പൂർവികർ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ 1 മണിക്കൂർ, എൻ്റെ 24 മണിക്കൂറിൽ 1 മണിക്കൂറാണ് ഞാൻ ഇതിനുവേണ്ടി ചിലവാക്കുന്നത്. ഞാനതിൽ സന്തുഷ്ടനാണ്. എനിക്കിത് ചെയ്യാതെ പറ്റില്ല. കാരണം ഇതെന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി, നമുക്കെല്ലാം മനസ്സിലായി, നിങ്ങൾക്കത് ഈ മരണത്തിന് ശേഷം ഈശ്വരന് ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ, കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ പൂർവികർ ചെയ്ത അതേ കാര്യങ്ങൾ നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ പൂർവികർ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഇത് ചെയ്യുന്ന സമയത്ത്, ഈ ജപം ചെയ്യുന്ന സമയത്ത്, ഈ സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്തുള്ള സന്തോഷം, അതേപോലെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം എൻ്റെ ആരോഗ്യവൃദ്ധിക്കും എൻ്റെ തോട്ടിനും ഇതിനു വേണ്ടിയിട്ടുള്ള എനർജൈസ് ചെയ്തിട്ട് എനിക്ക് ശാസ്ത്രം കണ്ടുപിടിക്കാനുള്ള, ശാസ്ത്ര ബുദ്ധിയിലേക്ക് കൂടുതൽ നയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നിലും ഉദ്ദേശമില്ല, എന്തെങ്കിലും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതെന്തിനും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതൊന്നും നോക്കാറേ ഇല്ല, എനിക്കിതിൽ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നത് അത്രയും ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം, ഒരു പക്ഷേ ഞാൻ 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ആ 1 മണിക്കൂർ ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടിയില്ല എന്ന് നാളെ എനിക്ക് തോന്നിക്കഴിഞ്ഞാലോ. കാരണം ശാസ്ത്രത്തിന് ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു, ഇനി കണ്ടുപിടിക്കാനുള്ള ഒന്നുമില്ല. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടേണ്ട ഔന്നത്യത്തിൽ നമ്മൾ നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ലൈഫിന് ശേഷം എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാതെ, ഒരു പക്ഷേ അവിടെ പോകുമ്പോൾ നിങ്ങളിത് ചെയ്യാതെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയണ്ടേ എന്ന ഒരു സത്യത്തിലേക്ക് എനിക്ക് മനസ്സുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ക്ലിയറായിട്ട് തൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഗ്രൂപ്പിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതാണ് ഈ കഥാമൃതത്തിനോട് എനിക്ക് പറയാനുള്ളത്.